ഹായ്, ഇനി അടുത്ത് വരാനിരിക്കുന്ന നെറ്റ് എക്സാം ജൂണിലേതാണ്. 2026 ജൂണിലാണ് നെറ്റ് എക്സാം വരുന്നത്. അറൗണ്ട് ഒരു 160 ഡേയ്സൊക്കെ ഇനി ഉണ്ടാവുള്ളൂ അടുത്ത എക്സാമിനേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുകയാണ്. നമുക്ക് മദർ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് വെച്ചിട്ടൊക്കെ കൂടി ഒരുമിച്ച് നോക്കാന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മൾ വിചാരിക്കുമ്പം നോക്കാൻ പറ്റിയൊരു സാഹചര്യം നമുക്കുണ്ടാവില്ല. വല്ലാതെ അങ്ങനെ ഡിസപ്പോയിൻ്റ് ആയിപ്പോവില്ല ആ സമയത്തൊക്കെ. നമുക്കൊന്ന് ഈ പണിയും കൂടെ കഴിഞ്ഞാൽ വായിക്കാനിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ മക്കൾക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് തുടങ്ങണം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും ഫുള്ള് സിലബസ് കറക്റ്റ് എഴുതി വെച്ചിട്ട് ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ്. എത്ര ദിവസം ഓരോ സിലബസിനും കൊടുക്കാൻ പറ്റും മാക്സിമം നോക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. ഒരു ഫസ്റ്റത്തെ 5 days ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനാണെങ്കിൽ പിന്നെ 2 ദിവസം അതിൻ്റെ റിവിഷന്, അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. മക്കളെ സ്കൂളത്തെ കാര്യങ്ങൾ, മക്കളെ പഠിപ്പിക്കേണ്ടത്, മറ്റു ചെറിയ മോൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ മദറായിട്ട് നോക്കുമ്പം സ്വപ്നങ്ങൾ നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് അതിലേക്ക് തന്നെ വേണം. ഡെയിലി ഒരുപാട് മണിക്കൂറുകളൊന്നും നമുക്ക് വായിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും മാക്സിമം ഒരു ദിവസം 2 hour മുതൽ 3 hour വരെ നമ്മൾ വായിക്കാനും മാറ്റി വെക്കാനും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഓരോ റൂട്ടീൻസും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ടൈം ടേബിളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പറിൽ 10, സെക്കൻഡ് പേപ്പറിൽ 10 മൊത്തം 20 മെയിൻ സിലബസാണ് നമുക്ക് വരുന്നുള്ളത്. അതെല്ലാം ഒരു 5 ദിവസം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ടൈം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ദിവസം റിവിഷന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ട്രൈ ചെയ്യാം. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ തന്നെയാണ് ഉറച്ച തീരുമാനം. അതിനുള്ള ഓരോ ശ്രമങ്ങളാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടണേ.